താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് മത്സരചിത്രം തെളിഞ്ഞു. ശ്വേത മേനോൻ, ദേവൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും മത്സരിക്കും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കൊടുവിൽ അമ്മ ഭാരവാഹികൾ രാജിവെച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. 11-അംഗ കമ്മിറ്റിയിൽ 5 വനിതകൾ ഉൾപ്പെടെ 13 പേരാണ് മത്സരരംഗത്തുള്ളത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് 2 പേരാണുള്ളത്, ദേവൻ ആൻഡ് ശ്വേത മേനോൻ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരുണ്ട്, ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ ആൻഡ് നാസർ ലത്തീഫ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മിപ്രിയ എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അനൂപ് ചന്ദ്രൻ, ഉണ്ണി ശിവപാൽ എന്നിവർ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിക്കുന്നുണ്ട്. വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് അനൂപ് ചന്ദ്രൻ പ്രതികരിച്ചു. അതൊന്നുമില്ല, ഇതൊക്കെ ഇലക്ഷൻ അല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു രസമൊക്കെ വേണ്ടേ, വെറുതെ നമ്മൾ ബലം പിടിച്ചു തന്നാൽ മാത്രം മതിയോ? ഇത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു രസമൊക്കെ വേണം. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. മോഹൻലാൽ, ജഗദീഷ്, ബാബുരാജ്, നവ്യ നായർ അടക്കമുള്ളവർ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിരുന്നു. ഒരു വനിത സംഘടനയുടെ അമരത്തേക്ക് വരുന്നതിന് പ്രധാന അഭിനേതാക്കൾക്കുൾപ്പെടെ അനുകൂല നിലപാടാണ്. അങ്ങനെ വന്നാൽ അത് ചരിത്രമാകുമെന്ന് മാത്രമല്ല, വിവാദങ്ങൾ മറികടക്കാൻ അമ്മയ്ക്കുള്ള പിടിവള്ളിയുമാകും. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. മീഡിയ 1, കൊച്ചി.